നമസ്കാരം. വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ആൻഡ്രോയിഡ് സപ്പോർട്ട് നിർത്തലാക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ്. വിൻഡോസ് 11 കമ്പ്യൂട്ടറുകളിൽ ആൻഡ്രോയിഡ് ആപ്പുകൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന സപ്പോർട്ട് സിസ്റ്റമാണിത്. മൈക്രോസോഫ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2025 മാർച്ച് 5-ന് ഈ ഫീച്ചർ പ്രവർത്തിക്കുന്ന എല്ലാ ആപ്പുകളും ഗെയിമുകളും പ്രവർത്തനരഹിതമാവും. 2022-ൽ ആൻഡ്രോയിഡ് 11 അപ്ഗ്രേഡിനൊപ്പം തന്നെയാണ് പുതിയ ഫീച്ചർ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ചത്. ഫോണിന്റെ സഹായമില്ലാതെ ആൻഡ്രോയിഡ് ആപ്പുകൾ വിൻഡോസ് കമ്പ്യൂട്ടറിൽ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു അവതരണം. ആമസോൺ ആപ്പ് സ്റ്റോറിൽ നിന്നാണ് ഇതിലേക്ക് ആൻഡ്രോയിഡ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തതെന്ന പ്രത്യേകതയുമുണ്ട്. 2022 മുതലാണ് വിൻഡോസ് സബ് സിസ്റ്റം അപ്ഡേറ്റുകൾ കൃത്യമായി കമ്പനി പുറത്തിറക്കി തുടങ്ങിയത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ ആൻഡ്രോയിഡ് 13 അപ്ഗ്രേഡും മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ചു. 2025 വരെ നിലവിലുള്ള ആപ്പുകളും ഗെയിമുകളും പണിമുടക്കില്ലെന്നാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത്. പക്ഷേ വിൻഡോസ് 11 ഉപഭോക്താക്കൾക്ക് ആമസോൺ ആപ്പ് സ്റ്റോറിലും മൈക്രോസോഫ്റ്റ് സ്റ്റോറിലും ആൻഡ്രോയിഡ് ആപ്പുകൾ ഇനി സെർച്ച് ചെയ്യാനാകില്ല. 2025 മാർച്ച് 5 വരെയുള്ള കാലയളവിൽ ആപ്പുകൾക്കുള്ള അപ്ഡേറ്റുകൾ അവതരിപ്പിക്കുമെന്നും ആമസോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ആപ്പുകൾ പ്രവർത്തിക്കാനാകുമെങ്കിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള അത്രയും ശേഖരം ആമസോൺ ആപ്പ് സ്റ്റോറിലില്ല. പരിമിതമായ ആപ്പുകൾ മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്. വരും വർഷത്തിൽ വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ആൻഡ്രോയിഡ് നിർത്തലാക്കുന്നതോടെ ആൻഡ്രോയിഡ് ആപ്പുകൾ വിൻഡോസിൽ ഉപയോഗിക്കാനുള്ള ഔദ്യോഗിക മാർഗം കൂടിയാണ് ഇല്ലാതാക്കുക. ഇതിനു പകരമായി ബ്ലൂസ്റ്റാക്സ് പോലെയുള്ള തേർഡ് പാർട്ടി ആൻഡ്രോയിഡ് എമുലേറ്ററുകളും ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.